എടാ നിന്റെ അനിയത്തി ഒരുത്തം വഴി തടഞ്ഞു നിർത്തിട്ട് ഉമ്മ തരുമോന്ന് ചോദിച്ചെന്ന്. ഉമ്മ തരുമോന്നോ? ആരവൻ? അവളെ വിളിച്ചേ. ഇന്ന് അവന്റെ തല നാട്ടുറോട്ടി കിടന്ന് ഉരുളും. പ്രണയം എന്ന് പറയുന്നതേ ഒരു പൂമൊട്ടാണ് പോലും. ഉമ്മ കൊടുത്താല് പൂ വിരിയുന്നത് പോലെ പ്രണയം വിരിയുമെന്ന്. അവനെ ഞാൻ അടവെച്ച് വിരിയിക്കുന്നുണ്ട്. അവന്റെ പ്രേമ പൂമൊട്ട്. ഈ ഡയലോഗ് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ലോ. മോനി ഡയലോഗ് ഓർമ്മയുണ്ടോ? മോനിത് ആരോടാ പറഞ്ഞേ? അല്ല സ്വന്തം അനിയത്തോട് ഒരുത്തൻ ഉമ്മ ചോദിച്ചപ്പോ നിനക്കങ്ങ് കൊണ്ടു. എന്നിട്ടാണോടാ കണ്ട പൂവാലന്മാരുടെ കൂട്ട് രാഘവേട്ടന്റെ മോളോട് പോയി ഉമ്മ ചോദിച്ചത്? പൂവാലന്മാരെ പോലൊന്നും അല്ല, പരിശുദ്ധ പ്രേമമാ. പക്ഷെ എന്ത് ചെയ്തിട്ട് അവൾ അങ്ങോട്ട് വളയുന്നില്ല. ഇമ്മാതിരി അമ്മാവൻ സാഹിത്യം കൊണ്ട് എന്നാലേ അവള് വളയത്തില്ല. അവള് ജെൻസി കിഡാ. അവള് വളയണമെങ്കിലേ നീയും ജെൻസി കിഡാവണം. ജെൻസി കിഡോ? എന്തുവാ? അപ്പൊ ജെൻസി എന്തോന്ന് അറിയത്തില്ല. നിനക്ക് പൂക്കി എന്തോന്നറിയാവോ? നിനക്ക് എത്ര ലവ് ലാംഗ്വേജ് ഉണ്ടെന്നറിയാവോ? ജെൻസി, പൂക്കി, ലവ് ലാംഗ്വേജ്, ഇതൊക്കെ എന്തുവാ? ഇതൊന്നും അറിയാതെ ഒരു 90s കിഡിന് 2K കിഡിനെ പ്രേമിക്കാനേ പറ്റത്തില്ല. ഓ അല്ല, 70 കിഡായ അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നമ്മുടെ മരണമാസ സിനിമയിലെ ബേസിൽ ജോസഫ് ജെൻസി കിഡല്ലയോ? ആണോ? ആ മരണമാസേ ദേ സോണി ലീവ് വന്നിട്ടുണ്ട്. നീ വേഗം പോയി കാണാൻ നോക്ക്. ഓക്കെ, ഫാൻസി കിഡെങ്കി ഫാൻസി കിഡ്. എടാ മണ്ടേല് മണ്ടരി പിടിച്ചവനെ ഫാൻസി കിഡ് അല്ല, ജെൻസി കിഡ്. ജെൻസി.